Solve y2 dash plus y dash minus 2y equal to 0. ഈ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഡി എന്നുള്ള ഫോമിലേക്ക് മാറ്റുക. y2 ഡാഷ് ഉള്ളിടത്ത് ഡി സ്ക്വയർ കൊടുക്കുക, y ഡാഷ് ഉള്ളിടത്ത് ഡി കൊടുക്കുക. ഇതിൽ ഡെറിവേറ്റീവ്സ് ഒന്നുമില്ല, അപ്പോൾ തന്നെ എഴുതാം. y ഔട്ട് സൈഡ് എടുക്കുക. ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ പ്ലസ് ഡി മൈനസ് 2 ഈക്വൽ ടു 0. ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് കിട്ടും -2 1. ഈ രണ്ട് റൂട്ട് -2 1 എന്നുള്ളത് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ടാണെങ്കിൽ നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ C1 e⁻1x പ്ലസ് C2 e⁻2x ആണ്. അപ്പോൾ C1 ആദ്യത്തെ റൂട്ട് എഴുതാം -2x പ്ലസ് C2 e⁻x വരും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ആദ്യം 1ഉം അടുത്തത് -2 എഴുതിയാലും കുഴപ്പമില്ല. ഇനി അടുത്തത് y2 ഡാഷ് പ്ലസ് 8y ഡാഷ് പ്ലസ് 16y ഈക്വൽ ടു 0. ഇതിൽ y2 ഡാഷ് ഉള്ളിടത്ത് ഡി സ്ക്വയറും y ഡാഷ് ഉള്ളിടത്തും ഡിയും കൊടുക്കുക. 16 എല്ലായിടത്തും y ഔട്ട് സൈഡ് എടുക്കുക. അതിലെ ആ y മാറ്റിയിട്ട് ബാക്കിയുള്ളതാണ് ഓക്സിലറി ഇക്വേഷൻ. കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കുമ്പോൾ -4 മാത്രമേ വരുള്ളൂ. ഡി സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് 2 റൂട്ട് വേണം. പക്ഷേ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് -4 മാത്രമേ കാൽക്കുലേറ്റർ വരുള്ളൂ. അപ്പോൾ അത് 2 പ്രാവശ്യം എഴുതാം. റിപ്പീറ്റഡ് റൂട്ട് കാൽക്കുലേറ്ററിൽ ഒരു പ്രാവശ്യമേ കാണിക്കുകയുള്ളൂ. റിപ്പീറ്റഡ് റൂട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ C1 പ്ലസ് C2 x e⁻λx ആണ്. ഇവിടെ ലാംഡയ്ക്ക് പകരം ഈ റിപ്പീറ്റഡ് റൂട്ടായ -4 കൊടുക്കാം. അടുത്തത് y2 ഡാഷ് പ്ലസ് 10y ഡാഷ് പ്ലസ് 29y ഈക്വൽ ടു 0. നേരത്തെ പോലെ തന്നെ ഓക്സിലറി ഇക്വേഷൻ എഴുതാം. ഓക്സിലറി ഇക്വേഷൻ എഴുതി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ ചെയ്യണം എന്നില്ല. ഇത് -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac വെച്ച് ചെയ്താണ്. നമുക്ക് കാൽക്കുലേറ്ററിൽ -5 പ്ലസ് 2yയും -5 മൈനസ് 2yയും കിട്ടും. ഇതിൽ ഇങ്ങനെ ഇത് കോംപ്ലക്സ് റൂട്ടാണ്. ഐ ഉണ്ടെങ്കിൽ ഇത് കോംപ്ലക്സ് റൂട്ടാണ്. അപ്പോൾ ആൽഫ പ്ലസ് ഐ ബീറ്റയും ആൽഫ മൈനസ് ഐ ബീറ്റ ആണെങ്കിൽ ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് റിയൽ പാർട്ടാണ്. ഇവിടെ ആൽഫ അത് e⁻α x വരും. C1 കോസ് പിന്നെ ബീറ്റ എക്സ് പ്ലസ് C2 സൈൻ ബീറ്റ എക്സ് വരും. ഇവിടെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ആൽഫയ്ക്ക് പകരം -5 ആണ്. ബീറ്റ എന്ന് പറയുന്നത് +2യും -2a അല്ല പോസിറ്റീവ് ആയിട്ടുള്ളത് എടുക്കുക. അത് ബീറ്റ ഈക്വൽ ടു 2 എടുക്കുക. എന്നിട്ട് നേരെ ആൽഫയ്ക്ക് പകരം -5യും ബീറ്റയ്ക്ക് പകരം 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സൊല്യൂഷൻ ഇത് വരും.